ഹായ് വെൽക്കം ടു ഗ്രോ ഗേൾ. ഞാൻ കുറേ സെറംസും സ്കിൻ ട്രീറ്റ്മെന്റ്സും സ്പോട്ട് ട്രീറ്റ്മെന്റ്സും ഡോക്ടറെ കാണാൻ പോകും ഒക്കെ ചെയ്തിട്ടുണ്ട്, തിങ്കിങ് ദാറ്റ് വൺ ഓഫ് വിൽ ബി എ ഗെയിം ചേഞ്ചർ ഫോർ മൈ ആക്നെ, ബട്ട് ദാറ്റ് ഇറ്റ് നെവർ ഹാപ്പൻ ടു മീ. എന്തൊക്കെ യൂസ് ചെയ്തിട്ടും ആക്നെ കെപ്റ്റ് ഓൺ കമ്മിങ് ബാക്ക് ആൻഡ് ഐ വാസ് കൈൻഡ് ഓഫ് fed up with that. And one day ഞാൻ ഈ സ്കിൻ കെയർ ബ്രാൻഡ്സിലും എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സിലും ഒക്കെ ഒബ്സസ്ഡ് ആവലും നിർത്തിയിട്ട് I just checked up on myself and the things I used. Well, first of all, I started to check that my pillowcase is clean. എൻ്റെ pillowcases cover ഒക്കെ ക്ലീൻ ആണോ, എൻ്റെ ബെഡ്ഷീറ്റ് ക്ലീൻ ആണോ, എൻ്റെ സ്കാൽപ്പ് ക്ലീൻ ആണോ, ഞാൻ മൂവ്മെന്റ്സ് ചെയ്യുന്നുണ്ടോ, ബിക്കോസ് sweat is a natural detox, right? ഫേസ് എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ബിക്കോസ് ഫേസ് എക്സസൈസസ് വിൽ മേക്ക് യു ഫേസ് റിലാക്സ്. അപ്പൊ ആക്നെക്ക് ഒക്കെ ഒരു കൺട്രോൾ കിട്ടണം പോലെ എനിക്ക് തോന്നിച്ചിട്ടുണ്ട്. ഓൾസോ ഐ ഗേവ് മൈ സ്കിൻ ദ സ്പേസ് ടു ബ്രീത്ത്. ലൈക്ക് ഞാൻ യൂസ് ചെയ്യണ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ആക്നെ സേഫ് ആണോ നോക്കിയിട്ടാണ് യൂസ് ചെയ്യുക. പണ്ട് ഞാൻ കുറച്ച് ചീപ്പ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യാറ്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടി കോസ്റ്റ്ലി അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഉള്ള ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ആക്നെ സേഫ്. അപ്പോൾ മുഖം വെറുതെ വൃത്തികേടാക്കണേക്കാട്ടും അല്ലെങ്കിൽ ചീപ്പ് ബ്രാൻഡ്സ് മേടിച്ച് മുഖത്ത് കുറെ കുരു വരുത്തിനെക്കാട്ടും നല്ലതാണ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും യൂസിങ് എ ഗുഡ് പ്രൊഡക്റ്റ് ഓൺ യുവർ ഫേസ്. ലൈക്ക് മുഖത്തോ മേത്തൊക്കെ ഉപയോഗിക്കുന്ന സാധനം മാക്സിമം നല്ല പ്രൊഡക്റ്റ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമ്മൾ റാൻഡംലി മുഖത്ത് ഓരോ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഹൈലൈറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നത് അതൊക്കെ ശരിക്കും നല്ലോണം ആക്നെ വരാനായിട്ടുള്ള റീസൺസ് ആവും. അപ്പം മര്യാദയ്ക്ക് അത് ക്ലീൻ ചെയ്യുക, മേക്ക് ഷുവർ ദാറ്റ് കെടുക്കണേക്കാട്ടും മുമ്പ് നിങ്ങളുടെ മേക്കപ്പ് ഒക്കെ കഴുകി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കെടുക്കണേന്ന് എപ്പോഴും ഉറപ്പ് വരുത്തുക. ഇതൊക്കെ നമ്മൾ ചെയ്താൽ തന്നെ നമ്മുടെ ആക്നെക്ക് പോകാനായിട്ടുള്ള കാരണങ്ങളാവും. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ it will give you a best result, but it will take time. Okay, acne ഒക്കെ പോകാനായിട്ട് കുറെ സമയം എടുത്തിട്ടുണ്ട്. എനിക്ക് ആക്നയുടെ പാടുകളൊക്കെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഇൻ ഹീലിംഗ് പ്രോസസ്. സ്കിൻ ആക്ച്വലി ഹീലിംഗ് പ്രോസസ് ആണ്, ബട്ട് ഇപ്പൊ ആക്നെ വരവൊക്കെ എനിക്ക് ഭയങ്കര കുറവാണ്. ലെറ്റ്സ് ബി ഓണസ്റ്റ്, യുവർ സ്കിൻ നോസ് വെൻ യു ആർ നോട്ട് ഓക്കെ ഇൻസൈഡ്. ടോക്സിക് റിലേഷൻഷിപ്പ്, സ്ട്രെസ് ആൻഡ് ഓവർ തിങ്കിങ്, ഇതൊക്കെ നിങ്ങളുടെ ഹോർമോൺസിനെ മെസ്സാക്കണ ഒരു ഫാക്ടേഴ്സ് ആണ്. And funny thing about hormones is they love to show on your face. ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് എന്തൊക്കെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യണേന്ന് മാത്രമല്ല പറയാൻ പോണേ. I know which most of the people are interested to know about the products, but സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു വിഷയം പ്രൊഡക്ട്സിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയമല്ല. In this video, I'm going to show you more than that. Let's glow in a healthy, happy, no toxic people allowed way. First one is sweat equals natural detox. Body movements നിങ്ങൾക്ക് better blood flow തരും. അപ്പോൾ this will result in a better, clearer skin. ഇത് നിങ്ങളുടെ ബോഡിയിലെ ടോക്സിൻസ് ഒക്കെ നാച്ചുറലി റിമൂവ് ചെയ്യും. ബിക്കോസ് സ്വെറ്റ് ഇസ് എ നാച്ചുറൽ ഡിറ്റോക്സ്. നമ്മുടെ ഇൻഫ്ലമേഷൻസും റെഡ്നെസ്സും ഇതൊക്കെ നമ്മുടെ ആക്നെയൊക്കെ കോസ് ചെയ്യണ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ കുറയ്ക്കും. So say yes to that 10k steps and that 20-minute exercise, which is pretty much easy. അത് നിങ്ങളുടെ ബോഡിനെ ടോൺ ചെയ്യാൻ മാത്രമല്ല, ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് യുവർ സ്കിൻ ടു ചിൽ ഔട്ട്. ചെയ്യണ ഓരോ മൂവ്മെന്റ്സ് ഒക്കെ നിങ്ങളുടെ മൊത്തത്തിലെ ഗ്ലോ അപ്പിന് ഒരു ഫാക്ടർ ആണ്. സോ കീപ് ഓൺ റണ്ണിങ്, കീപ് ഓൺ വാക്കിംഗ്, കീപ് മൂവിങ് യുവർ ബോഡി ഇൻ എ ഫൺ വേ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഈസ് ഫേസ് മസാജ്. ഫേസ് മസാജിനെ പറ്റി ഇപ്പൊ ഞാനൊരു 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഡു വാച്ച് ഇറ്റ്. സ്കിൻ കെയർ ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് അപ്ലൈയിങ് പ്രോഡക്ട്സ്, ഇറ്റ്സ് ഓൾസോ അബൌട്ട് മൂവിങ്. ട്രസ്റ്റ് മീ, ഇറ്റ് ഹെൽപ് മീ എ ലോട്ട്. അപ്പൊ ഇത് എന്റെ ഫേസിനൊക്കെ ഗ്ലോ അപ്പ് ചെയ്യാനായിട്ട് ഈ ഫേസ് മസാജസ് ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഡോണ്ട് ഈവൻ ഡൗട്ട് യുവർ സെൽഫ്, ഗോ ആൻഡ് ഡു ദ ഫേസ് മസാജസ്. അത് നിങ്ങളുടെ സ്കിന്നിനെ ക്ലിയർ ആക്കാനും നല്ലോണം ഹെൽപ്പ് ചെയ്യും, ബിക്കോസ് ഇറ്റ് വിൽ ഗിവ് യു ബ്ലഡ് ഫ്ലോ ഇൻ യുവർ ഫേസ്. ദിസ് little stones will do more than just a photoshop. Puffiness ഒക്കെ reduce ചെയ്യും, like cheekന്റെയോ ഐഡ് ഏരിയാസിലെ puffiness reduce ചെയ്യും. Improve circulation, like more oxygens വരും, like more blood flow. അപ്പൊ അതൊരു ശരിക്കും നല്ല ഗ്ലോ ആയിട്ട് വരും. സോ നിങ്ങളുടെ ജോ ലൈൻ ഒക്കെ ഡിഫൈൻ ആവും, നിങ്ങളുടെ ഫേസ് നല്ലോണം ഡിഫൈൻ ആവും. നമുക്ക് ഉള്ളിന്ന് ഇത് നമ്മൾ നല്ലോണം മസാജ് ചെയ്യുമ്പോൾ പയ്യെ മസാജ് ചെയ്താൽ മതി കേട്ടോ. സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുമ്പോൾ തന്നെ നാച്ചുറൽ ഗ്ലോ ഉള്ളിന്ന് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഫേസ് മസാജസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്ന വിചാരിക്കും. ഡോണ്ട് വറി, ഐ ജസ്റ്റ് മേഡ് എ വീഡിയോ അബൌട്ട് ദാറ്റ്. അത് കണ്ട് മര്യാദയ്ക്ക് മസാജസ് ഒക്കെ ചെയ്ത് ഗ്ലോ അപ്പ് ആവുന്നു വേഗം. സോ പ്ലീസ് വാച്ച് ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് സ്കൾപ്റ്റിംഗ് യുവർ ഫേസ്. തേർഡ് വൺ ഇസ് ഫാബ്രിക് ഡീടോക്സ്. നിങ്ങളുടെ പില്ലോ കേസസും ബെഡ്ഷീറ്റും ഫേസ് ടവൽസും ഒന്നും മാറ്റാത്ത ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് എന്തായാലും പണി കിട്ടും. ഇൻവിൻസിബിൾ സ്കിൻ കെയർ റൂട്ടീൻ ആയിരിക്കും ഞാൻ ഇതിനൊരു പേരിടാൻ പോണേ, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡസന്റ് കെയർ അബൌട്ട് ദീസ് തിങ്സ്. ലൈക്ക് ചേഞ്ചിങ് ദ പില്ലോ കവേഴ്സ്, ചേഞ്ചിങ് ദ ബെഡ്ഷീറ്റ്, ഇതൊക്കെ ഈസിയാണ്, ബട്ട് most of the people are lazy about doing that, and പ്രൊഡക്ട്സ് ഇട്ടുകൊണ്ട് അത്രയും കാര്യമില്ല. ഇതൊക്കെ ചേഞ്ച് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. സ്കിൻ കെയറുടെ മെയിൻ സ്റ്റെപ്പ് ഇസ് നോട്ട് അബൌട്ട് അപ്ലൈയിങ് ലോട്ട്സ് ഓഫ് കോസ്റ്റ്ലി സെറം. ഇറ്റ്സ് അബൌട്ട് ചേഞ്ചിങ് യുവർ പില്ലോ കേസസ്, ചേഞ്ചിങ് യുവർ ബെഡ്ഷീറ്റ്സ്, ചേഞ്ചിങ് യുവർ ടവൽസ്. എപ്പോഴും നോക്കാം നിങ്ങളുടെ ടവൽ ക്ലീൻ ആണോ, നിങ്ങളുടെ പില്ലോ കേസസ് ക്ലീൻ ആണോ, നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ടോ. ഇൻ കേസ് യു ഡോണ്ട് നോ, യുവർ സ്കിൻ ടച്ചസ് മോർ ഫാബ്രിക്സ് ദാൻ യു റിയലൈസ്. സോ മേക്ക് ഷുവർ ദാറ്റ് ഏതൊക്കെ മുഖത്ത് തേക്കാനുള്ള തുടയ്ക്കാൻ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലൊക്കെ കുറച്ച് കോൺഷ്യസ് ആവാൻ നോക്കാം. കുറച്ച് പേടിച്ചോ,
ഇതൊക്കെ ഇത് തുടച്ചാൽ മുഖത്ത് എന്തെങ്കിലും പറ്റുമോ കുറച്ച് പേടിക്കണോണ്ട് അല്ലെങ്കിൽ കോൺഷ്യസ് ആവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പില്ലോ കേസസ് ഒന്നും നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഇതിൽ ഓൾറെഡി കുറെ ബാക്ടീരിയാസ് ഉണ്ടാവും. ഈ ബാക്ടീരിയാസ് ഒക്കെ നിങ്ങളുടെ ഫേസിലേക്കും നിങ്ങളുടെ ബോഡിയിലേക്കും ഒക്കെ വരും ആൻഡ് ഇറ്റ് വിൽ ബി എ റീസൺ ടു കോസ് a breakout. And acne വരുന്നതിന്റെ ഒരു മെയിൻ റീസൺ ആണ് ഇത്. Trust me, your unclean face towels, pillowcases and bed sheets will cause you more drama than your ex. So better change them and watch your acne saying goodbye. Let's see ഞാൻ എന്തൊക്കെ products ആണ് എന്റെ ഫേസിൽ യൂസ് ചെയ്യുന്നത്. And the fourth step is my morning skincare routine. സിമ്പിളുടെ ജെന്റൽ ക്ലെൻസർ ആണ് ഞാൻ മോർണിംഗ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയ ഒരു ക്ലെൻസർ ആണ് ഇത്. ടോണറായിട്ട് ഞാൻ പ്ലമ്മിന്റെ നിയാസിനമൈഡ് ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പ്ലമ്മിന്റെ നിയാസിനമൈഡ് സിറമാണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ ബ്ലെമിഷസ് ഒക്കെ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. ക്ലിയർ ജെൽ എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഒരു സ്പോട്ട് ട്രീറ്റ്മെന്റ് ഓയിൽമെന്റ് ആണ്. ഇത് ആക്നെ ഒക്കെ കുറയ്ക്കാൻ എന്നെ നല്ലോണം ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് പറ്റിയതിനു ശേഷം എനിക്ക് ആക്റ്റീവ് ആക്നീസ് ഒന്നും വരാറില്ല. ആക്നെ മാർക്സ് ഉണ്ടെങ്കിലും ആക്റ്റീവ് ആക്നീസ് ഒക്കെ കുറയ്ക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ ആയിട്ട് ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ്. സൺസ്ക്രീൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷീത്തിന്റെ സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി സൺസ്ക്രീൻ ആണ്. ഇത് എൻ്റെ കോമ്പിനേഷൻ ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയ ഒരു സൺസ്ക്രീൻ ആണ്. ഈ പ്രൊഡക്ട്സിന്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ പറയുന്ന പ്രൊഡക്ട്സ് ഒന്നും സ്പോൺസർഡ് അല്ല. സോ ഇഫ് യു ഹാവ് ആക്നെ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ദെൻ യു ക്യാൻ യൂസ് ഇറ്റ്. ലിപ്സ് പ്ലംപി ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഞാൻ ഹൈഫന്റെ വിറ്റമിൻ ഇൻഫ്യൂസ് ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. സോ വി ആർ ഡൺ വിത്ത് ദ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് യു ആർ വാട്ട് യു ഈറ്റ്. ഫിഫ്ത് പോയിന്റ് ഇസ് മൈ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ സാലിസിലിക് ആൻഡ് ഗ്രീൻ ടീ ഫേസ് വാഷ് ആണ്. ഞാൻ മുൻപ് കാലത്തും രാത്രിയും ഒക്കെ സാലിസിലിക്കിന്റെ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ നോട്ടീസ് ചെയ്തു എനിക്ക് ആക്റ്റീവ് ആക്നീസ് ഒക്കെ വരുന്ന പോലെ പിന്നെ ഇറിറ്റേഷൻ റെഡ്നെസ് ഒക്കെ വരുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് സിമ്പിളുടെ ക്ലെൻസറും, കാരണം അത് ജെന്റിൽ ആണ്, അപ്പൊ ഇറിറ്റേഷൻ ഫ്രീ ഒക്കെ ആക്കും. പിന്നെ രാത്രി ഒരു നേരം മാത്രം ഞാൻ സാലിസിലിക്കിന്റെ എക്സ്ഫോളിയേറ്റിംഗ് ക്ലെൻസർ യൂസ് ചെയ്യും. ടോണറായിട്ട് സെയിം ഞാൻ പ്ലമ്മിന്റെ നിയാസിനമൈഡ് ടോണർ തന്നെയാണ് യൂസ് ചെയ്യണേ. ഇത് നല്ല ഹൈഡ്രേഷനും സൂത്തിങ് എഫക്റ്റും ഒക്കെ തരും. സിറമായിട്ട് ഡെർമാക്കോയുടെ 2% സാലിസിലിക് ആസിഡ് സിറമാണ് യൂസ് ചെയ്യണത്. എന്റെ ആക്നെ ഗെയിം ചേഞ്ച് ആക്കിയ ഒരു ബെസ്റ്റ് സിറമാണ് ഇത്. സാലിസിലിക്കിന്റെ സിറം നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഇത് ഹെൽപ്പ് ആക്കും. മോയ്സ്ചറൈസർ ആയിട്ട് സെയിം ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യണത്. സാലിസിലിക്കിന്റെ സിറം അപ്ലൈ ആക്കിയതിനു ശേഷം ഈ മോയ്സ്ചറൈസറിന്റെ കോമ്പിനേഷൻ നല്ല ഹൈഡ്രേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. കുറച്ച് കൂടുതൽ സ്മൂത്ത് ആൻഡ് ഹൈഡ്രേറ്റഡ് സ്കിൻ കിട്ടാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കോസറെക്സിന്റെ അഡ്വാൻസ്ഡ് നെയിൽ മ്യൂസിൻ. ഇത് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ആക്കിയതിനു ശേഷമാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ ബേർ സ്കിന്നിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇറിറ്റേഷൻ വന്നു. സ്നെയിൽ മ്യൂസിന്റെ കൂടെ ഈ ടോണർ കൂടി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്റെ സ്കിന്ന് കുറച്ചുകൂടി സ്മൂത്ത് ആൻഡ് ഹൈഡ്രേറ്റഡ് ആവാൻ തുടങ്ങി. ഡാർക്ക് സർക്കിൾസിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ അരോമ മാജിക്കിന്റെ അണ്ടർ ഐ ജെൽ. ഇതെന്നെ നല്ലോണം ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. തിക്ക് ഐബ്രോയും ഐലാഷസും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബെല്ല വിറ്റന്റെ ഐബ്രോ ഓയിൽ നിങ്ങളെ നല്ലോണം ഹെൽപ്പ് ആക്കും. ഞാൻ 1 year ആയിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് നെവർ ഡിഡ് ഡിസപ്പോയിന്റഡ് മീ. ആൻഡ് ഫൈനലി വി ആർ ഡൺ വിത്ത് ദ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു. Last but not least, I'm not talking about any products, I'm talking about people. Toxic people equals toxic skin. ഇതെന്റെ ഫേവറേറ്റ് ടോപ്പിക് ആണ് സംസാരിക്കാൻ. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ ഉണ്ടാവും, ബട്ട് ലെറ്റ്സ് കീപ് ദ വീഡിയോ വെരി സിമ്പിൾ. നിങ്ങളുടെ സർക്കിളിൽ തന്നെ നിങ്ങളെ സ്ട്രെസ് ആക്കാനും നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യാനും നിങ്ങളെ ചെറുതാക്കാനും നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്യാനും സ്നേക്ക് ബിഹേവിയർ കാണിക്കണം കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഓർ ബോയ് ഫ്രണ്ട്സ് ഉണ്ടാവും, ഓർ റിലേഷൻഷിപ്സ് ഉണ്ടാവും. ഐ ഡോണ്ട് നോ വാട്ട് ഷിപ്സ് ആർ ഇൻ യുവർ സിറ്റുവേഷൻഷിപ്പ്, റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ബെസ്റ്റിഷിപ്പ്, ഐ ഡോണ്ട് നോ വാട്ട് എവർ. ബട്ട് എന്ത് ഷിപ്പ് ആണെങ്കിലും സ്നേക്കി ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. Yeah, I can understand that you don't like them, but exactly your body doesn't like them either. Especially നിങ്ങളുടെ സ്കിന്നിന് അങ്ങനത്തെ ആൾക്കാർ ഒട്ടും ഇഷ്ടമല്ല. They are allergic to that because ഇത് കുറെ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ ഉണർത്തണ കാരണം ലൈക്ക് കോർട്ടിസോളും ഇതൊക്കെ ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ഇത് കൂടുമ്പോ തന്നെ നമുക്ക് കുറെ ആക്നെയും ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കൂടും. സോ ടെക്നിക്കലി നിങ്ങൾക്ക് ഒരു പുതിയ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒന്നല്ല വേണ്ടേ. വെൽ യു ജസ്റ്റ് നീഡ് ടു ബ്ലോക്ക് സം പീപ്പിൾ ഫ്രം യുവർ ലൈഫ് ഹു ട്രിഗേഴ്സ് യുവർ സ്ട്രെസ് ഹോർമോൺസ്. ഈ ടോക്സിക് പീപ്പിൾ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ കയറി വരുമ്പോൾ നിങ്ങൾക്ക് കുറെ പിമ്പിൾസ് കൊണ്ടുവരും. ഐ നോ ദാറ്റ് ഇസ് സയന്റിഫിക്കലി ഷേഡി, ബട്ട് ദാറ്റ്സ് ദ ട്രൂത്ത്. കോൺസ്റ്റന്റ്ലി നിങ്ങളുടെ ലൈഫ് ഒരു നെഗറ്റീവ് എനർജിയുടെ ഒപ്പാണ് കൊണ്ടു നടക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺസ് കൂടും, കോർട്ടിസോൾ ലെവൽസ് കൂടും, ഇൻഫ്ലമേഷൻ കൂടും, നിങ്ങൾക്ക് ഓയിൽ പ്രൊഡക്ഷൻ വരും. ഇത് നിങ്ങൾക്ക് ആക്നി റിസൾട്ട് തരും. ഇത് കുറെ ആക്നീസ് വന്നാൽ നിങ്ങളുടെ സ്കിന്ന് തന്നെ ഡള്ളാക്കും. That is what happens when you surround with a negative energy. What happens when you cut them off? നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റും.
ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഹോർമോൺസ് സ്റ്റെബിലൈസ് ആവും. നിങ്ങളുടെ ഹോർമോൺ സ്റ്റെബിലൈസ് ചെയ്യുന്ന നിങ്ങൾക്ക് സ്കിൻ നിങ്ങളുടെ ക്ലിയർ ആവും, ഉള്ളിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, യു വിൽ ഗ്ലോ ഫ്രം ഇൻസൈഡ് ആൻഡ് യുവർ സ്കിൻ ഗെറ്റ്സ് ചാൻസ് ടു ചിൽ. യെസ് ബേബ്, ബ്ലോക്ക്, ബ്രീത്ത് ആൻഡ് ഗ്ലോ. So remember, step 1 cleanse your face, step 2 cleanse your circle. നിങ്ങൾക്ക് സോഫ്റ്റ് ജ്യൂസി സ്കിൻ വേണേൽ യു ബെറ്റർ ഹൈഡ്രേറ്റ് ലൈക്ക് ഇറ്റ്സ് യുവർ ഫുൾ ടൈം ജോബ്. ഡ്രിങ്കിങ് അറ്റ്ലീസ്റ്റ് 2 liters ഓഫ് വാട്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ടർ ഓപ്ഷണൽ അല്ല, ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഫ്രീ സ്കിൻ കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്യൂട്ടി സ്ലീപ്പ് ഒരു മിത്ത് അല്ല, ഇറ്റ്സ് എ റിയൽ തിങ്. അറ്റ്ലീസ്റ്റ് 8 hours ഓഫ് സ്ലീപ്പ് ഒരു മസ്റ്റ് തിങ് ആണ്. സ്ലീപ്പ് നിങ്ങളുടെ വെയിറ്റ് ലൂസ് ആക്കാനും സ്കിൻ ക്ലിയർ ആക്കാനും മൂഡ് സ്വിങ്സ് ഒക്കെ ഫിക്സ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഫീഡ് ചെയ്ത് വെക്കാം. ആൻഡ് ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.